സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. അതായത് നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പറ്റുമോ? ഇത് ഞാൻ പറ്റില്ല എന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ എഴുതിയായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇംഗ്ലീഷിൽ പൂർണ്ണമായിട്ട് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മൾ മലയാളം അല്ലാതെ മറ്റ് പല ഭാഷകളും സംസാരിക്കുന്നവരാണ് നമ്മൾ ചിലരൊക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് എഴുതിയിരുന്നു അവർക്ക് അറബിക് നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാൻ അറിയാം എന്നൊക്കെ എഴുതിയായിരുന്നു. അപ്പോൾ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ ചിന്തിച്ചുകൊണ്ട് ഹിന്ദി ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഷ സംസാരിക്കണമെങ്കിൽ നമുക്ക് ആ ഭാഷയിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മറ്റെന്താണ് വഴി? പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്താണ് വഴി? അപ്പോൾ നമ്മൾ ചിലർ മറ്റൊരു വഴി ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഭാഷ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? നമ്മുടെ മലയാള ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അത് വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കാറുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്, നമ്മൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെ പറ്റി. എന്താണ് ആ ദുരന്തം? എന്തുകൊണ്ടാണ് ആ ദുരന്തം സംഭവിക്കുന്നത്? അതായത്, നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ മലയാളവുമായിട്ട് വ്യത്യസ്തമാണ്. അതല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളെല്ലാമായിട്ട് വ്യത്യസ്തമാണ്. ഈ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ തെറ്റിലാണ് ചെന്ന് അവസാനിക്കുന്നത്. പാഠം ഒന്നിൽ പഠിച്ചതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ഇവിടെ ഇഷ്ടപ്പെടുകയാണ്. അതായത്, നമ്മൾ പറയാണ് ഹീ ഗോസ് ടു സ്കൂൾ എവ്രി ഡേ, അല്ലേ? നമ്മൾ പറഞ്ഞു. അത് സത്യത്തിൽ നമ്മൾ മലയാളത്തിലേക്ക് പറയുമ്പോഴെന്താണ്, അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു എന്നാണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മളത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ എന്നുള്ളതിന് ഹീ, സ്കൂളിൽ എന്നുള്ളതിന് ടു സ്കൂൾ, അല്ലേ? പോകുന്നു എന്നും എന്നുള്ളത് എന്താണ്? എവ്രി ഡേ. പോകുന്നു എന്നുള്ളത് ഗോസ്, അല്ലേ? അല്ലെങ്കിൽ ഗോ വരും. അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഹീ എവ്രി ഡേ ടു സ്കൂൾ ഗോസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു തെറ്റിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അതൊരു പൊട്ട ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചതാണ്. അത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, അതിനെന്ത് പ്രതിവിധിയാണ് നിങ്ങൾ പറയുന്നത്? എല്ലാ ടീച്ചേഴ്സും പറയാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ടീച്ചേഴ്സൊക്കെ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കണം എന്നൊക്കെ, അല്ലേ? അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞാനും അതുപോലെ തന്നെ ആയി മാറും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു കുട്ടിയിലേക്ക് ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു ഭാഷ പഠിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ കുഞ്ഞ് സംസാരിക്കുമ്പോൾ, മലയാളമായിക്കോട്ടെ എന്ത് ഭാഷ, ജനിച്ചു വളർന്ന ആ ഭാഷ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു സെൻറ്റൻസ് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, അല്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ കുഞ്ഞെന്താണ് പറയുന്നത്? കുഞ്ഞു പറയുന്നത് വാക്കുകളാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ വൊക്കാബുലറി എന്ന് പറയും. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരുപാട് വൊക്കാബുലറി നമ്മൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്, സെൻറ്റൻസ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കാര്യം നമ്മൾക്ക് പറയണമെന്നെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷിലേക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത് എന്താണ്? വൊക്കാബുലറിയാണ്. അതിനെപ്പറ്റിയുള്ളൂ, അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ, അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു എന്ന് നമ്മൾ പറയണം എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അതിനകത്തെ വൊക്കാബുലറി നിങ്ങൾ സെൻറ്റൻസ് ഒന്നും നോക്കണ്ടാണ്. ജസ്റ്റ് അവൻ എന്നുള്ളതിന് ഹീ, അല്ലേ? എല്ലാ ദിവസവും എന്നുള്ളതിന് എവ്രി ഡേ. സ്കൂൾ എന്നുള്ളതിന് സ്കൂൾ, അല്ലേ?
പിന്നെ പോവുക എന്നുള്ളതിന് ഗോ. ഗോസ് ഒന്നും നിങ്ങൾ ചിന്തിക്കാനാണ്, വെറും ഗോ. അതിനകത്ത് നമ്മൾ ടെൻസ് ഇല്ല, ഗ്രാമർ ഇല്ല, ഒന്നുമില്ല. നമ്മൾ ചെറു വാക്കുകൾ മാത്രമാണ് ചിന്തിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ എന്താണ്, നമ്മളൊരു കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്, അല്ലേ? മറ്റൊരു ഭാഷ പഠിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ന് തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ പല കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. മലയാളത്തിൽ നിങ്ങൾ ചിന്തിക്കുക, ജസ്റ്റ് മലയാളത്തിൽ ചിന്തിക്കുക. കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. ടു വേണോ, ഇൻ വേണോ, ഓൺ വേണോ, ദാറ്റ് വേണോ, ഇതൊന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ വൊക്കാബുലറി അറിയാവോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയി എന്നുള്ളതിന് ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ തീർച്ചയായിട്ടും പോയി എന്നുള്ളതിന് ഗോ എന്ന് മാത്രം ഓർത്താൽ മതി. ശരിക്കും ഗോ അല്ല, അല്ലേ? നമ്മൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നമ്മൾ എന്താണ്, ഗോ എന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറഞ്ഞ നിങ്ങളുടെ 5 സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന്, ഇതെൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയി എന്നുള്ളതിന് നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ എന്നുള്ളതിന് സിനിമ, അല്ലേ? പോയി എന്നുള്ളതിന് ഗോ എന്ന് നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗോ എന്ന് മാത്രം. പിന്നെ ഇന്നലെ എന്നുള്ളതിന് യെസ്റ്റർഡേ, അല്ലേ? ഇത്രയും മാത്രം ചിന്തിക്കുക. അത്രയും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഒരു വിദേശിയോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളൊരു വിദേശിയെ കണ്ടു, അദ്ദേഹത്തോട് നമ്മൾ വാക്കുകൾ മാത്രം പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നതാണ്. ഇപ്പോഴും നമ്മളൊരാളെ കണ്ടു, നമുക്കിപ്പോഴേ ട്രെയിൻ, കോട്ടയത്തേക്കുള്ള ട്രെയിൻ എപ്പോഴാണ് എന്ന് ചോദിക്കണമെങ്കിൽ ട്രെയിൻ കോട്ടയം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നതാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ ഈ സായിപ്പ് എന്ന് പറഞ്ഞെന്നുള്ളതിന് കാരണം, നമ്മൾ മലയാളികളോട് പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചാൽ അവരൊക്കെ നിങ്ങളെ കളിയാക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ സായിപ്പ്. അവരൊരിക്കലും നിങ്ങളെ കളിയാക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അറിയാവുന്നവരാരും നമ്മളെ കളിയാക്കത്തില്ല. നമുക്ക് ഈ ചകലമൊക്കെ അറിയാവുന്നവരാണ് എപ്പോഴും എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലേ? ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, എന്താണ്, നമ്മൾ വേർഡ്സ് മാത്രം ആദ്യം പഠിക്കുക, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഞാൻ വൊക്കാബുലറിയുടെ കൂടുതൽ ചാപ്റ്ററുകൾ ഇനിയിപ്പോഴൊരു 2 ക്ലാസ്സിന് ശേഷം നമ്മൾ വൊക്കാബുലറി സെക്ഷൻസ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 97 മുതൽ 110 വരെ നമ്മളൊരു പിക്ചർ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടതാണ്. ഇനി വരുന്നതാണ് ഗ്രാമർ. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വാക്കുകൾ പഠിച്ചു, ഇനി വരുന്നതാണ് ഗ്രാമർ, അല്ലേ? അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വാക്കുകളും ഗ്രാമറും തമ്മിൽ മിക്സ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്, അതും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് സെൻറ്റൻസ് ആവും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്രാമറാണ്. ഗ്രാമർ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഗ്രാമർ എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, അല്ലേ? ഗ്രാമർ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാ ഗ്രാമറും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ്, ടെൻസസ് ആണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ടെൻസസ് ഒരുപാടുണ്ടല്ലോ, അല്ലേ? 12 ടെൻസ് ഉണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും 4 വെച്ച് 12 ടെൻസ് ഉണ്ട്, അല്ലേ? അത് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതായത് ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത്, മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 4 ടെൻസാണ്. ഇപ്പോൾ നമ്മൾ 12 പഠിക്കണോ എന്നുള്ളത് പിന്നീട് നമുക്ക് സംസാരിക്കാം. 4 ടെൻസാണ്. ഏതൊക്കെയാണ് ആ ടെൻസസ്? നമ്മൾ ശ്രദ്ധിക്കുക. 1 സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, 2 പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, 3 സിമ്പിൾ പാസ്റ്റ് ടെൻസ്, 4 സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഈ 4 ടെൻസ് മാത്രം നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾ 80% കൃത്യതയോടെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ?
സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു അതിൻ്റെ അത്യാവശ്യമില്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമില്ലാത്തത്? കാരണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പഠിച്ചായിരുന്നു സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വീറ്റുവും അതുപോലെ തന്നെ സമയവുമാണ് ആവശ്യമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എങ്കിലും മറ്റൊരു കാര്യം എന്താണ്, സമയം ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കാര്യം സമയം ആവശ്യം ഇല്ലാത്തത്. അത് തന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കാം. സിമ്പിൾ പാസ്റ്റ് നമുക്ക് സമയമില്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഒഴിവാക്കി, അല്ലേ? ഇനിയിപ്പോഴേ മറ്റൊരു കാര്യം നിങ്ങൾ ചോദിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിന് പകരം ഏത് ഉപയോഗിക്കാവുന്നതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ സംസാര ഭാഷയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തെറ്റാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും പൂർണ്ണമായിട്ട് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കെന്താണ്, ഈ 4 ടെൻസ് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് 80% വൃത്തിയോടെ നിങ്ങൾക്ക് കൃത്യതയോടെ സംസാരിക്കാവുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ന, ഓണ, അറ്റ് ഇതൊക്കെ നമ്മൾ അന്നേരം ഉപയോഗിക്കേണ്ടതെന്നുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പറയാനുള്ള ആശയങ്ങൾ നിങ്ങൾ പറയുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചില്ലെങ്കിലും വലിയ തെറ്റൊന്നുമല്ല. ചെറിയ തെറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞായിരുന്നാൽ ശരിയാകത്തില്ല. പക്ഷെ വലിയ തെറ്റൊന്നുമല്ല. അപ്പോഴത് ശ്രദ്ധിക്കുക. നമുക്ക് എന്താ ആശയങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സംസാരിക്കുക, എന്താണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വാക്കുകളാണ്. വാക്കുകൾ പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഗ്രാമറാണ്. ഈ ഗ്രാമറിൽ നമ്മൾ പഠിക്കേണ്ടത് ടെൻസസ് ആണ്, അല്ലേ? ഇനിയിപ്പോൾ എൻ്റെ 1 മുതൽ 13 വരെയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റപ്പറ്റേക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ്, വീണ്ടും നമ്മുടെ പഴയ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമില്ല. നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് വാക്കുകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു സംശയം, ഇതെല്ലാം ചിന്തിച്ച് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു വരുമ്പോഴത്തേന് ഏകദേശം 5 മിനിറ്റ് എടുക്കുകയില്ല. തീർച്ചയായും എടുക്കും. അപ്പോഴും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയ ഒരു സന്ദർഭത്തിൽ ഞാനും ഒരുപാട് സമയമെടുക്കുമായിരുന്നു. ഈ ആദ്യമായിട്ട് വേർഡ് ആലോചിച്ച് വരാൻ വേണ്ടിയൊക്കെ. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, എന്താണ്, നമ്മൾ വൊക്കാബുലറി നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ആവശ്യമുണ്ട്. നിങ്ങൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, വൊക്കാബുലറി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെക്ഷൻ ഞാൻ എടുത്തിട്ടില്ല. തീർച്ചയായും വരുന്നുണ്ട്, പേടിക്കേണ്ട. നമ്മൾ 1500 വൊക്കാബുലറി കൊണ്ട് ആ പ്രശ്നം നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഒരു കാര്യമാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ ആദ്യം വൊക്കാബുലറി ചിന്തിക്കുക. അതിനുശേഷം ഏത് ടെൻസ് ആണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ടെൻസ് വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്തണം, അല്ലേ? എന്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ V2 ആണ് വരുന്നത്, അല്ലേ? അവിടെ V1 അല്ല വരുന്നത്. അത് നമ്മൾ ഈ V1ഉം V2ഉം V3 നമ്മൾ പഠിച്ചതാണ്. 1ാമത്തെ ചാപ്റ്ററിൽ അത് പഠിച്ചതാണ്. അപ്പോൾ ആ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് സംസാരിക്കാൻ വേണ്ടി ഇത്ര സമയം എടുക്കും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അത് നമ്മൾ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. എന്നിട്ട് നമ്മൾ എന്താണ് അത് വീണ്ടും ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.